റിപ്പോർട്ട് ബ്രേക്കിംഗ്. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതിന് സർക്കാർ തലത്തിൽ ഫയൽ നീക്കം നടന്നത് ശരവേഗത്തിലാണ്. അതിവേഗം ചില ഫയലുകളൊക്കെ നീങ്ങും. ചില ഫയൽ അവിടെ ഇരുന്ന് അവിടെ കെട്ടിക്കിടക്കും. ഈ ഫയലിനൊക്കെ എന്തൊരു വേഗമാണ് അല്ലേ? ആ സിനിമയിൽ പണ്ട് പറയുന്നത് പോലെ എന്തൊരു സ്പീഡ്. ഫയൽ നീക്കത്തിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയൽ എത്തിയതോടെയാണ് വേഗത കൂടിയത്. ഒക്ടോബർ 22-നാണ് ഫയൽ നീക്കം തുടങ്ങിയത്. ജനുവരി 29-ന് മന്ത്രി എം പി രാജേഷ് കൈമാറിയ ഫയലിൽ 31-ന് വൈകിട്ട് മുഖ്യമന്ത്രി തീരുമാനമെടുത്തു. ഇന്നലെ വിജ്ഞാപനം ഇറങ്ങുകയും ചെയ്തു. ടി വി പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, എന്തൊരു സ്പീഡ് എന്ന് നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട്. അതേപോലെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാൻ നേരത്തെയുള്ള ഈ ബാറുടമകളുടെയൊക്കെ ആവശ്യമായിരുന്നു 12 മണി വരെ നിർത്തണം എന്നുള്ളത്. അതിനകത്തൊരു കൗതുകം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ബിവറേജ് കോർപ്പറേഷൻ അടയ്ക്കുന്നത് 9 മണിക്ക്. അതിനുശേഷം കച്ചവടം നടത്തിയാലേ കാശുണ്ടാക്കാൻ പറ്റൂ. അതാണ്. അപ്പോൾ സംഭവം 12 മണി വരെ നീട്ടണം എന്നുള്ളത് അവരുടെ താല്പര്യമായിരുന്നു. അയലിന് വല്ലാത്ത സ്പീഡായിരുന്നു അല്ലേ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ, ഉറപ്പായും ബാറുകാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ അരുൺ, അതുകൊണ്ടായിരിക്കും. അതായത് ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സർക്കാരിന് കൊടുക്കുന്നത്. കുറച്ച് മെല്ലെയായിരുന്നു ആദ്യം പോക്ക്. എം പി രാജേഷിൻ്റെ അടുത്തേക്ക് പോകുന്നു. KR ജ്യോതിലാൽ സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഫയൽ ചോദിച്ച് വാങ്ങിക്കുന്നത് 29/1/2026. അതായത് ജനുവരി 29-നാണ് എം പി രാജേഷിന്റെ കയ്യിലുള്ള ഫയൽ നേരെ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് പോകുന്നത്. ഒട്ടും താമസിച്ചില്ല അരുൺ, ഒരൊറ്റ ദിവസം കൊണ്ടങ്ങ് തീരുമാനമാക്കി കൊടുത്തു. 31/1/2026 വൈകിട്ട് 5:15-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാർ സമയം കൂട്ടാനുള്ള തീരുമാനമാക്കി കൊടുത്തു. പിന്നെ പിൻ നോക്കിയില്ല. ഇന്നലെ വിജ്ഞാപനം ഇറങ്ങുകയും ചെയ്തു. 2 ആഴ്ച പോലും പിന്നീട് സമയമെടുത്തില്ല എന്നുള്ളതാണ്. ഒരു തീരുമാനം ഉത്തരവായി അല്ലെങ്കിൽ വിജ്ഞാപനമായി പുറത്തിറങ്ങാനുള്ള പല കാര്യങ്ങളിലുമുള്ള താമസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇഴഞ്ഞു നീങ്ങിയ ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയതോടുകൂടി തീരുമാനമാകുന്നു. പിന്നെ ശരവേഗത്തിൽ അതിന്റെ വിജ്ഞാപനമായി പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സംസ്ഥാനത്ത് രാത്രി ഇഷ്ടം പോലെ ആളുകൾക്ക് മദ്യപിക്കാം. പക്ഷേ ബിവറേജസ് കോർപ്പറേഷന്റെ ബേക്കോ ഔട്ട്ലെറ്റുകൾ നേരത്തെ അടച്ചുപൂട്ടുകയും വേണം അരുൺ. അതാണ് അതിലെ കൗതുകകരമായ ഒരു കാര്യം. എന്തായാലും ഇത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനകം തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ പ്രസാദ്. നമുക്ക് ഈ ബ്രാൻഡിന്റെ പേര് ജവാൻ എന്ന പേര് ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ടല്ലോ, അതേപോലെ ക്യാപ്റ്റൻ എന്നാക്കിയാലോ എന്നുള്ളതാണ്. താങ്കളുടെ ഈ റിപ്പോർട്ട് കാണുന്ന സമയത്ത് ഒരു പ്രേക്ഷകന് തോന്നിയ ആശയമാണ്. നല്ല പേരായിരിക്കും, ഗംഭീര പേരായിരിക്കും. എന്താ ഫയലിന്റെ നീക്കത്തില് ഇല്ലേ? പല ഫയലുകളും ഉറങ്ങാൻ തുടങ്ങിയിട്ടേ. പ്രസാദ് തന്നെ എത്ര ഫയലുകൾ അല്ലേ നീങ്ങുന്നില്ല. പാവപ്പെട്ട മനുഷ്യരുടെ അപ്പോയിന്റ്മെന്റുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ അതന്നെയാണ് നമ്മുടെ ചില ഉദ്യോഗാർത്ഥികൾക്കൊക്കെ 1ാം റാങ്കൊക്കെ കിട്ടിയിട്ട് അവർക്ക് നമ്മൾ തന്നെ പ്രസാദ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതുതന്നെയാണ് അരുൺ, പല ഫയലുകളുടെയും കാര്യം നമുക്ക് എല്ലാവരും അറിയാവുന്നതാണ്. അങ്ങ് അടയിരിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന ബാർ ഉടമകളുടെ ഫയലുകൾ, അവർക്ക് താല്പര്യമുള്ള ഫയലുകൾ, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള ഫയലുകൾ, അങ്ങനെ താല്പര്യമുള്ള ഫയലുകളുടെ അങ്ങനെയും സംഭവിക്കും എന്നുള്ളതാണ് അരുൺ. അപ്പോൾ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും കാര്യശേഷിക്ക് കുറവൊന്നുമില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയും ഫയൽ നീങ്ങും എന്നതിന്റെ ഉദാഹരണമായി നമുക്കിതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു.